നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ദിയ മോളെക്കുറിച്ചിട്ട് ധാരാളം പേര് എല്ലാ ദിവസവും അന്വേഷിക്കുന്നുണ്ട്. അതായത് എനിക്ക് അറിയാവുന്നവരും എൻ്റെ കൊളീഗ്സും അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും എനിക്കറിയാവുന്നവരായിട്ടുള്ള ധാരാളം പേര് എന്തായി, അതുപോലെ എങ്ങനെയാണ് ഈ കേസിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ വ്യക്തത, ഇതിനെ പറ്റിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് വേറൊരു സംഭവം ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ദിയാമോളെ പോലെ തന്നെ അമേരിക്കയിൽ ഫ്ലോറിഡ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് ഒരു 3 വയസ്സ് ഉള്ള ഒരു ആൺകുഞ്ഞിനെ സ്വന്തം വീട്ടിൽ നിന്നും കാണാതെ പോയ ഒരു സംഭവമുണ്ടായി. അപ്പോൾ ആ സംഭവത്തിനെ കുറിച്ചിട്ട് നമ്മൾക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ സ്വന്തം വീട്ടിൽ നിന്നും 3 വയസ്സുള്ള ആൺകുഞ്ഞിനെ കാണാതായതിനെ തുടർന്ന് കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ പോലീസിൽ പരാതിപ്പെടുകയും തുടർന്ന് പോലീസ് എത്തി അന്വേഷണങ്ങളൊക്കെ ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ വഴിത്തിരിവായത് പോലീസ് സേനയിലെ ഡോഗ് സ്ക്വാഡിലെ മിടുക്കനായിട്ടുള്ള സ്നിഫർ ഡോഗ് കൃത്യമായിട്ട് തന്നെ വാസന കണ്ടുപിടിച്ച് വീടിൻ്റെ പുറകെ ഉള്ള ഒരു വനം വരയ്ക്കും കുറച്ച് ദൂരമുണ്ടായിരുന്നു. അത് പോലീസുകാരെ കൂട്ടിക്കൊണ്ട് പോവുകയും കുറച്ച് അകലെ ആ കുഞ്ഞ് എങ്ങനെയാണ് അവിടെ പോയി എത്തിയത് എന്നുള്ളത് ആർക്കും അറിയില്ല. അത് ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയിട്ട് അവിടെ ഉപേക്ഷിച്ചതാണോ, എന്താണ് എന്നൊന്നും വ്യക്തമല്ല. പക്ഷേ അവിടെ നിന്നും കുഞ്ഞ് സുരക്ഷിതനായി ഇരിക്കുകയും പോലീസുകാർക്ക് കുഞ്ഞിനെ തിരിച്ചു കിട്ടുകയും ചെയ്തു. അപ്പോൾ അവർക്ക് ആ കുഞ്ഞിനെ അതിൻ്റെ മാതാപിതാക്കളോട് കൂടെ കൊണ്ട് ചേർക്കാനും അതൊരു സന്തോഷകരമായിട്ടുള്ളൊരു സംഭവമായിട്ട് അത് പര്യവസാനിക്കുകയും ചെയ്തു. അപ്പോൾ ഈ സംഭവമൊക്കെ ഷെയർ ചെയ്യുന്നത് ഇതുപോലെ തന്നെ ദിയാമോളെയും കിട്ടണേ എന്ന പ്രാർത്ഥനയോടെയാണ് ഇങ്ങനെയുള്ള സന്തോഷകരമായിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് പേര് ഈ സംഭവങ്ങളിലൊക്കെ ഇതെങ്ങനെയാണ് ദിയാമോളുടെ കേസ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പിന്നീട് പുനരാരംഭിച്ചതെന്നും ജുനൈദ് എങ്ങനെ ഇതിൽ എത്തിപ്പറ്റി എന്നുള്ളതിനുമൊക്കെ ഉള്ള ധാരാളം അപ്ഡേറ്റ്സ് ഒക്കെ ചോദിച്ചത് കൊണ്ട് അപ്പോൾ ഇന്നലത്തെ ലൈവ് എല്ലാവരും തന്നെ കണ്ടു കാണും. അപ്പോൾ അത് അറിയാൻ വയ്യാത്തവർക്കായിട്ട് ആണ് ഞാൻ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുന്ന എനിക്ക് അറിയാം. മുഴുവൻ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഇനി ഞാനിത് ഒരിക്കലും ഇത് പറയില്ല. എന്നാലും ഇപ്പോൾ പറയിപ്പിച്ചതാണ് ചില ആളുകൾ. അപ്പോൾ ഈ സ്വപ്നം കണ്ടപ്പോൾ ഞാൻ ആ വീട്ടിലേക്ക് വിളിക്കുകയാണ് ആദ്യം ചെയ്തത്. വിളിച്ചിട്ട് അതിൻ്റെ സത്യാവസ്ഥ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. അതുപോലെ ഞാൻ പലരെയും സഹായിക്കുമ്പോൾ കറക്റ്റ് അത് അർഹതപ്പെട്ടവരാണോ നോക്കിയിട്ടാണ് ഞാൻ കൊടുക്കുക. കാരണം ഞാൻ നാട്ടിലല്ല, ഞാൻ ഇവിടെ സൗദി അറേബ്യയിലാണ്. അപ്പം പറഞ്ഞോട്ടെ. അപ്പോൾ ഞാനിങ്ങനെ സ്വപ്നം കണ്ടു. അപ്പം ഞാൻ നിങ്ങളെപ്പോലെ സാധാരണക്കാരനായ ഞാനൊരു സ്വപ്നം കാണുന്നത്. അങ്ങനെ ഞാൻ ആ വീട്ടിലേക്ക് വിളിക്കും. അങ്ങനെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഞാൻ ചെയ്തത് എന്താ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കി. ആ ഇരിട്ടിയിലെ പോലീസ് നമ്പറിലൊന്നും വിളിച്ചിട്ട് അവർ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടുകാരോട് നമ്പർ വാങ്ങിയിട്ട് എന്താണ് ഈ കേസിൻ്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞപ്പോൾ അതവിടെ ചത്ത് കിടക്കുന്ന ഒരു കേസാണ്, ഡെഡായി കിടക്കുന്ന ഒരു കേസാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത് അറിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ എനിക്ക് കുറേ രാഷ്ട്രീയ സുഹൃത്തുക്കളുണ്ട്. കുറേ എല്ലാത്തിനും രാഷ്ട്രീയ സുഹൃത്തുക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ആ വഴിക്ക് നീങ്ങാമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ ഈ പോലീസ് കേസ് അവിടെ ഡെഡായി കിടക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് ഒരു അജിത എന്നിട്ടുള്ളൊരു സ്ത്രീ, അവർ RSSന്റെ ഒരു അത്യാവശ്യം നല്ലൊരു നേതാവാണ് ആലുവയില്. അജിത എന്നാണ് അവരുടെ പേര്. പിന്നെ ഒരു അബു മുസ്ലിമ, അദ്ദേഹം എറണാകുളത്താണ്, നല്ലൊരു വ്യക്തിയാണ് അബു മുസ്ലിമ. മജീദ് ക വളരെ നല്ലൊരു വ്യക്തിയാണ്. മജീദ് ക എന്ന് പറഞ്ഞിട്ട് ഒരാള്, അദ്ദേഹത്തിന്റെ സ്ഥലം കണ്ണൂരാണെന്ന് തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല. മജീദ് ക, പിന്നെ ഷംനാസ്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ തീരുമാനിച്ചു നമുക്ക് ആദ്യം ആ നാട്ടുകാരെയൊക്കെ ഒന്ന് കൂട്ടിയിട്ട് ആ നാട്ടുകാരൊക്കെ ഒന്ന് കൂട്ടാം, ഒന്ന് സംസാരിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പൊ ആ നാട്ടുകാരൊക്കെ കൂട്ടിയ ആ ആളുകളൊക്കെ സംസാരിക്കുന്ന, അവരുടെ നാട്ടുകാരൊക്കെ സംസാരിക്കുന്ന വീഡിയോ എൻ്റെ ഈ ഫോണിൽ ആ നാട്ടുകാരൊക്കെ ഞാൻ ആദ്യം കൂട്ടി. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ചോദിച്ച ആളുകൾക്ക് എന്താണ് ഞാൻ ചെയ്തത്, എന്താണ് ദിയ കേസിൽ ഞാൻ എങ്ങനെ വന്നു എന്താണുള്ള അതിന് വ്യക്തമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ ഇപ്പൊ തരുന്നത് നിങ്ങൾക്ക്. അപ്പോ കേൾക്കുന്നുണ്ടോ? വീണ്ടും ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ജസ്റ്റ് ആരെങ്കിലും ഒന്നൊരു ഹായ് പറയും. കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പൊ ഈ അജിത എന്ന് പറഞ്ഞ സ്ത്രീ എന്ന് പറഞ്ഞാൽ നന്നായി പ്രവർത്തിക്കുന്ന ഒരാളാണ് അവര്. അപ്പൊ നന്നായി പ്രവർത്തിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചു, ഞങ്ങൾ രാത്രി ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ കൂടും. അങ്ങനെ ഒരു മീറ്റിംഗ് ആയിട്ട് കൂടിയിട്ട് പറഞ്ഞു ഈ കുഞ്ഞിനെ നമുക്ക് കണ്ടെത്തണ്ടേ, എന്ത് ചെയ്യാൻ പറ്റും നോക്കണം. അപ്പൊ അങ്ങനെ അജിത എന്ത് ചെയ്തു,
അജിതനെ ഞാൻ ഇതിന്റെ വക്കീൽ കിടക്കുന്നത് അരുൺ സാറ് കിടക്കുന്നത് നമ്മുടെ ആലുവയിലാണ്. അപ്പൊ അങ്ങോട്ട് വിട്ടു. ഇതൊക്കെ ആദ്യം സംഭവിച്ച കാര്യങ്ങളാണ്, നിങ്ങളിത് അറിഞ്ഞിരിക്കണം, അതിനുശേഷം എന്നെ വിമർശിച്ചു. അപ്പോൾ ഒരുപാട് പേർക്കുണ്ടായിരുന്ന സംശയം ഇത് കേട്ടത് മൂലം വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും ഈ ക്ലിപ്പിങ്സ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുമ്പോഴേക്കും. അപ്പോൾ തുടർന്നും ഇതിനെക്കുറിച്ചിട്ട് കുറച്ച് വിഷയങ്ങൾ കൂടി നമുക്ക് കേട്ടു നോക്കാം. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, എന്നെ കുറിച്ച് അവർ സംസാരിക്കുന്ന വോയിസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ സ്വയം പൊക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഞാൻ അതിനും കമന്റ് ഇടുന്ന വിചാരിച്ച് ഞാൻ വരാതെ ഇരുത്തുന്നതാണ്. അപ്പൊ അങ്ങനെ കണ്ടു, ഈ അജിത് അവിടെ പോയി. ഈ അജിതൊക്കെ ഒരു പാവപ്പെട്ട സ്ത്രീയാണത്. അപ്പൊ അവർക്ക് അവരുടെ ജോലി കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടാണ് പോയത്. പിന്നെ സുഹൈലി കുട്ടിയുടെ ഉപ്പ അങ്ങനെയുള്ള ആളുകളൊക്കെ ഞാൻ വിട്ടു അങ്ങോട്ട്. അങ്ങനെ ഞങ്ങളൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി. ആദ്യം നാട്ടുകാരെ ഒന്ന് വിളിച്ചു വരുത്തി അവരുടെ വീട്ടിലൊരു യോഗമൊക്കെ ചേർന്നു എന്ത് ചെയ്യാമെന്നുള്ളതൊക്കെ ആലോചിച്ചു. അതിനുശേഷം ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി. ആ വാട്സപ്പ് കൂട്ടായ്മയിൽ ഞാൻ പറഞ്ഞല്ലോ അന്ന് കഴിഞ്ഞ വീഡിയോയിലൊക്കെ, ഇപ്പോൾ സുരേഷ് ഗോപിൻ്റെ അതിൽ, പിന്നെ ഒരുപാട് വലിയ വലിയ നേതാക്കന്മാരുണ്ട് അതിൽ. കാരണം നമ്മുടെ മാധ്യമ പ്രവർത്തകൻ്റെ സുഹൃത്ത് ഖാദർ കരിപ്പൊടി, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് അദ്ദേഹം. അങ്ങനെ ഖാദർ കരിപ്പൊടി ഇപ്പോഴും അതിലുണ്ട്, ആ ഗ്രൂപ്പിലുണ്ട്. അതെല്ലാം കാണുന്നുണ്ട്, അന്ന് മുതലുള്ള ഇന്ന് വരെയുള്ള ഒക്കെ പുള്ളി കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇതൊക്കെ 2.5 വർഷം മുന്നത്തെ കാര്യം പറയുന്നത്. അങ്ങനെ ഈ കേസ് ഞങ്ങൾ പ്രധാനമന്ത്രിക്കും, അതായത് ബി ജെ പിയുടെ നല്ല സ്വാധീനം ഉപയോഗിച്ചിട്ടും, അതേപോലെ കോൺഗ്രസ്സുകാരായാലും ശരി CPM ആയാലും ഒരുപാട് രാഷ്ട്രീയക്കാരൊക്കെ കൂട്ടി ഞങ്ങളിത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു ഈ കേസ്. അപ്പോൾ ഇതൊക്കെ കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വിധത്തിൽ നല്ലൊരു ധാരണ മനസ്സിൽ ഉണ്ടായി കാണും. എത്ര പേരാണ് ഈ കേസിൽ ഒത്തൊരുമിച്ച് ജുനൈദിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നതെന്നും അതുപോലെ തന്നെ അവർ കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഇതിൽ എന്തൊക്കെയാണ് സംഭവ വികാസങ്ങൾ നടന്നതെന്നും ഉള്ളതിന് നല്ല വ്യക്തതയോടെ തന്നെ ഇവിടെയെല്ലാം വിവരിച്ചിട്ടുണ്ട്. എന്റേതായിട്ടുള്ള രീതിക്ക് എനിക്കവിടെ സാറന്മാരൊക്കെ ഉണ്ട്, എനിക്ക് ഇതിന് നല്ല ഇൻട്രസ്റ്റ് ഉള്ള, പോലീസിലൊക്കെ കിട്ടാത്ത ആളുകളുണ്ട്, അങ്ങനെയുള്ള കുറച്ച് ആളുകൾ, കുറച്ച് ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇവരൊക്കെ വെച്ചിട്ട് അതിന് നമ്മുടെ കുട്ടികളെ നമുക്ക് അന്വേഷിക്കാമല്ലോ. അത് നമ്മൾ കാശ് കൊടുത്തിട്ട്, നമ്മുടെ കാശ് എന്റെ കാശാണ്, അല്ലാതെ ഞാൻ നാട്ടുകാരോട് വാങ്ങിയതോ അല്ലാതെ ഈ കമന്റ് ഇടുന്നവരോട് വാങ്ങിയതല്ല, എന്നെ കുറ്റം പറയുന്നവരോടൊന്നല്ല വാങ്ങിയത് ഞാൻ കാശ്. അപ്പൊ ഈ കാശ് കൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്ത് ഇതിങ്ങനെ എന്റേതായിട്ടുള്ള രീതിക്ക് ഞാൻ അങ്ങനെ അന്വേഷിച്ചിരുന്നു ഈ ഒരു സംഭവം. ഒരു സൈഡിൽ അത് നമ്മുടെ അന്വേഷണങ്ങളെയോ മറ്റുള്ള കാര്യങ്ങളോ ഒരാളെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലായിരുന്നു ഞാനത് അങ്ങനെ അന്വേഷിച്ചത്. ഇപ്പോഴാണ് ഇപ്പൊ ഈ ലൈവിൽ വന്നതിന് ശേഷം മാത്രം ഫാത്തിമയുടെ വീട്ടുകാർക്ക് പോലും ഇങ്ങനെ ഒരു അന്വേഷിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങൾ തെളിവ് കണ്ടു. അപ്പൊ ഞാൻ വളരെ വിഷമിച്ച്, നിങ്ങളെ പോലെ തന്നെ ആ കുഞ്ഞിനെ കിട്ടാൻ വളരെ വിഷമിച്ച്, ഞാൻ ഈ സൗദി അറേബ്യയിലെ ഒരു പ്രവാസിയാണ്. ഞാൻ ഒരു പ്രവാസി എന്ന് പറഞ്ഞാൽ കൂടുതൽ വർണ്ണിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ടെൻഷനുകളും ഒരുപാട് ഫാമിലി ഇഷ്യൂസും നമ്മുടെ മക്കളും നമ്മളെ കൂടെ ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ ഒക്കെ വിഷമത്തിന്റെ ഇടയിൽ കൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ എന്റെ സമ്പാദ്യത്തിന്റെ, അതായത് എനിക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു ചെറിയൊരു പങ്ക് ഞാൻ ഇതിനു വേണ്ടിയിട്ട് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിക്കാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലും ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, അത് എങ്ങനെയെങ്കിലും നമ്മുടെ ലക്ഷ്യത്തിലെത്തി ആ മോളെ കണ്ടുകിട്ടി ആ മോളുടെ ഉപ്പായുടെ അമ്മയുടെയും അരികിൽ എത്തിക്കുക എന്നതിനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ശ്രമങ്ങൾ വിജയിക്കാനായിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന അത് എപ്പോഴും കൂടെ ഉണ്ടാകും. അതുപോലെ തന്നെ മോളെ കിട്ടുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കാതെ വരെ ഒരു മാർഗവുമില്ല. പക്ഷേ എത്രയും വേഗം ആ ഒരു നല്ല സമയം വന്നു ചേരാനും സന്തോഷ വാർത്ത കേൾക്കുവാനായിട്ടും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.